ഇപ്പോൾ VHP നേതാവ് ശ്രീ അനിൽ വിളയിൽ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മാർഗദർശക് മണ്ഡൽ പരിപാടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് സ്വാമി ചിദാനന്ദപുരി ഹിന്ദു കുടുംബങ്ങളിലെ അല്ലെങ്കിൽ ഹിന്ദു ദമ്പതിമാരുടെ കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. 3 അതിലധികമോ കുട്ടികൾ വേണം ഹിന്ദു കുടുംബങ്ങളിൽ എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ നിലവിലെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിന് നിരക്കുന്ന ഒരു പ്രസ്താവന ആണോ ഇത്? ഈ തരത്തിലാണോ ഈ സന്യാസി സമൂഹം പ്രസ്താവനകൾ നടത്തേണ്ടത്? ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ക്ഷേമം ആണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അതിൽ ഈ സന്താനങ്ങളുടെ എണ്ണം എന്നതാണോ അജണ്ടയാക്കേണ്ടത്? തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുത്ത ആ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത്. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരുവിധമായ തെറ്റുമില്ല. കാരണം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ദിനം പ്രതി എണ്ണത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനസംഖ്യാ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.3 താഴുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജനവിഭാഗം ഇല്ലാതാകും എന്നുള്ളതാണ് ഡെമോഗ്രാഫി എന്ന് പറഞ്ഞ ജനസംഖ്യാ ശാസ്ത്രം പറയുന്നത്. കേരളത്തിലെ ഹിന്ദുവിന്റെ TFR റേറ്റ് 1.95 ആണ്. എന്ന് പറഞ്ഞാൽ 100 ദമ്പതികൾക്ക് 200 മക്കൾ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ ക്രമേണ കൂടി വരികയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യാപരമായി കുറയും. കേരളത്തിൽ ഇന്ന് 50% താഴെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ജനസംഖ്യ എന്നുള്ളതാണ് അവസാനത്തെ ചില കണക്കെടുപ്പുകളിൽ കൂടി നൽകുന്ന സൂചന. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ വേറെ വിഭാഗങ്ങളുടെ ജനസംഖ്യ കൂടുന്നതും ഈ ഹിന്ദുവിന്റെ ജനസംഖ്യ കുറയുന്നതും തമ്മിലുള്ള താരതമ്യ പഠനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറഞ്ഞു വരുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് ശാസ്ത്രീയമായ പല രേഖകളും നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിലെ വി ശിവൻകുട്ടി മേശപ്പുറത്ത് വെച്ചൊരു കണക്കുണ്ട്. കേരളത്തിലെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ 25% മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിലാണ്. ഞാൻ അവിടുത്തെ ഇതിനെപ്പറ്റി അല്ല പറയുന്നത്. അതേ അവസ്ഥയാണ് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ ജനസംഖ്യ കുത്തനെ കൂടുകയും ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന തിരുവിതാംകൂർ മേഖലയിലെ ജനസംഖ്യ കുത്തനെയും കുറയുന്നു. ഒരു ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു അപകടം, ഹിന്ദു ജനസംഖ്യ കണ്ടമാനം കുറയുന്ന ഒരു അപകടമാണ് സ്വാമി സൂചിപ്പിച്ചത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഈ കേണൽ ഗദ്ദാഫി പറഞ്ഞത് മുസ്ലിങ്ങൾ ജനസംഖ്യ കൊണ്ട് ലോകത്തെ കീഴടക്കും എന്നാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 24.6% കൂടി എന്ന് പറയുന്നു. ഹിന്ദു ജനസംഖ്യയിൽ 4.5% ഇടിവുണ്ടായി എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് ലക്ഷ്യം വെക്കുന്നത് ഈ ഹൈന്ദവ വിഭാഗത്തിന്റെ ഉന്നമനം എന്നത് മാത്രമായിരിക്കുമോ? അതിനപ്പുറത്ത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലടക്കം കൃത്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുകൂടിയാണ് ഈ പ്രസ്താവനയിൽ നിന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതെ, സ്വാഭാവികമായിട്ടും ലോകത്തെ ഏത് രാഷ്ട്രവും, നമ്മൾ ഇസ്ലാമിക ഭൂരിപക്ഷമായിട്ടുള്ള ഏത് രാഷ്ട്രം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഇസ്ലാമിക ജനസംഖ്യ ഒരു 25-30% കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്ന ഒരു സ്വാഭാവികമായ കാഴ്ചയാണ് ലോകത്ത് എല്ലായിടവും ഉള്ളത്. നമ്മൾ ഭാരതത്തിനെ മൊത്തം എടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയേക്കാൾ കൂടുതൽ ഈ ഭാരതത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഈ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ നമുക്കറിയാം. 1900 കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഏകദേശം 80-85% ഹൈന്ദവരായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ 2011 സെൻസസ് അനുസരിച്ച് ഹിന്ദു ജനസംഖ്യ വെറും 53%. 2021 സെൻസസ് നടന്നില്ല. 2021 സെൻസസ് നടന്നിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുകയാണെങ്കിലോ ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഒരു ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന് ഹിന്ദു ജനസംഖ്യ കൂടണമെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു വിധമായ തെറ്റുമില്ല. അദ്ദേഹം ഡേറ്റകൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അതിനകത്ത് തെറ്റെന്താണ്? ഹിന്ദു ജനസംഖ്യ കുറയുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു വോട്ടിന്റെ കാര്യവും ശക്തമാണ്, കൃത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന തിരുവിതാംകൂർ മേഖലയിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതാകുമ്പോൾ അതേ സാഹചര്യത്തിൽ മലബാർ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കൂടും. അതുണ്ടാകുന്ന ഒരു ഇംബാലൻസിനെ പറ്റിയാണ് ഹൈന്ദവ ധാർമ്മിക ആചാര്യന് ഹിന്ദുമത സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. ശരി, അപ്പോഴും ഉയരുന്ന സംശയം, അതായത് താങ്കൾ നേരത്തെ ഈ ജനസംഖ്യാ ശാസ്ത്രത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ജനസംഖ്യാ ശാസ്ത്രം മാത്രമല്ലല്ലോ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തെ നിശ്ചയിക്കുന്നത്. അതിന് സാമൂഹികമായ
പശ്ചാത്തലം ഉണ്ടാകണം, സാമ്പത്തികമായ അടിത്തറകൾ ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായും മാറുന്ന ജീവിതക്രമം ഉണ്ട്. അവിടെ പൂർവികരുമായി താരതമ്യം ചെയ്യുന്ന തരത്തിലല്ലല്ലോ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ കാണേണ്ടത്. അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കേണ്ടതുണ്ട്, ഏറ്റവും മികച്ച ഭക്ഷണം നൽകേണ്ടതുണ്ട്, മികച്ച വസ്ത്രം ധരിക്കേണ്ടതുണ്ട്, സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ എണ്ണം കുറവായിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ബോധ്യമുണ്ടാവുകയും അങ്ങനെയാണ് പലരും കുട്ടികളുടെ എണ്ണം 1 or 2 ആക്കിയൊക്കെ ചുരുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായാണല്ലോ ഇപ്പോൾ ഈ ചിദാനന്ദപുരിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമായും കുറേയധികം കുട്ടികൾ ഉണ്ടായി എന്നതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ ശേഷി വർദ്ധിക്കുകയോ അവർ സാമൂഹികമായി ഉന്നമനം പ്രാപിക്കുകയോ സാമ്പത്തികമായി മെച്ചപ്പെടുകയോ ചെയ്യുമോ? അല്ല, അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം, ഇത് ഹിന്ദുവിന് മാത്രമാണോ ബാധകം? ഈ ജനസംഖ്യ കൂടരുതെന്നുള്ള ചിന്താഗതി എടുക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു സമൂഹം മാത്രമല്ലല്ലോ. എല്ലാ സമൂഹവും അപ്രകാരമൊക്കെ ചിന്തിക്കണമല്ലോ. നമ്മൾ പറയുന്നുണ്ടല്ലോ ഏകീകൃത സിവിൽ കോഡ് വരണമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഹിന്ദുക്കൾക്ക് എല്ലാ നിയമങ്ങളും, ബാക്കിയുള്ളവർക്കൊന്നും വേറെ നിയമങ്ങൾ എന്ന് പറയുന്ന രീതി ശരിയല്ല. ഹിന്ദുക്കളെ അക്കാര്യത്തിൽ ഉദ്ബോധിപ്പിക്കുകയാണ് സ്വാമി ചെയ്തത്. സമുദായങ്ങൾ എന്നുള്ളതല്ലല്ലോ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത് സമുദായത്തിന്റെ, ഇപ്പോൾ വേറെ സമുദായം കൂടുതൽ ജനസംഖ്യ ഉണ്ടാകട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്നു എന്നതുകൊണ്ട് അത് പൂർണ്ണമായും അനുസരിക്കുന്നു ആ സമുദായം എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? അല്ല, സ്വാമിയുടെ പ്രസംഗം ഞാൻ കൃത്യമായി കേട്ടതാണ്. വരികൾക്കിടയിൽ അടർത്തി വായിക്കുകയല്ല. കഴിവും പ്രാപ്തിയും 2 or 3 കുട്ടികളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതിന് അവർക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുന്ന കുടുംബങ്ങൾ അക്കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നതൊക്കെ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ വേറെ ശേഷിയുള്ള കുടുംബങ്ങൾ, അതെ, ഈ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, ഒന്നും അത്തരത്തിലുള്ള വലിയ ദാരിദ്ര്യമൊന്നും സമൂഹത്തിൽ ഇല്ല. എല്ലാവരും ഒരുമാതിരി വിദ്യാഭ്യാസ സൗജന്യമാണ്, ആഹാരം കൃത്യമായിട്ട് കിട്ടും, എല്ലാ മേഖലകളിലും. ദാരിദ്ര്യമില്ല എന്ന് പറയുമ്പോൾ ആ ദാരിദ്ര്യത്തിലേക്ക് കടത്തിവിടുന്ന ഒന്നുകൂടിയാണല്ലോ ഈ ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത്. ജനസംഖ്യാ വർധനവ് ഞാൻ വീണ്ടും ചോദിക്കുന്ന, കേരളത്തിലെ ഹിന്ദുവിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ? ജനസംഖ്യ കുറയേണ്ടതിനെ പറ്റി ചിന്തിക്കേണ്ടത് ഹിന്ദു മാത്രമാണോ? ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരം ഇല്ലാതായി മാറാനുള്ള സാധ്യത കേരളത്തിൽ ഉണ്ട് അതിന് മറുപടി ഇതാണോ? വിഭാഗങ്ങളെ അങ്ങനെ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഇത് ഒരു സാമൂഹികാവസ്ഥയ്ക്ക് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവരെ മാറ്റുകയല്ലേ ചെയ്യേണ്ടത്? കഴിവും പ്രാപ്തിയുമുള്ള കുടുംബങ്ങളില് കുട്ടികളുടെ എണ്ണം കൂടേണ്ടത് 2 സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗുണകരമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഹൈന്ദവ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളതൊരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അതെന്താണ് മനസ്സിലാക്കാതെ പോകുന്നത്?